അപ്പോൾ ലക്ഷ്മി, ഇന്ന് തിരുവോണമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് കൂട്ടുകാരെടുത്ത് കളിക്കുകയും തമാശ പറയുകയും പുതിയ ഓണക്കോടിയൊക്കെ ധരിച്ച് ഓണസദ്യയെ കൊണ്ട് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എങ്ങനെയാണ് കുട്ടിക്കാലം ഓണത്തെക്കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു? അങ്ങനെ വലിയ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഓണമൊന്നും ഇല്ലായിരുന്നു. നോർമലി സാധാരണ സദ്യയും പിന്നെ ചെറിയ ഈ അടുക്കളയിലൊക്കെ പാചകമായിരുന്നു ലക്ഷ്മിയായിരുന്നു അത് അമ്മയായിരുന്നു? അമ്മയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് കൂടാറുണ്ട്. പക്ഷെ ഇടയ്ക്ക് ഈ ജോലി തിരക്കിനിടയിൽ നമ്മൾ അതിൽ നിന്ന് മിസ് ചെയ്ത് കളിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ അടുക്കളയിൽ തിരുവോണ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓണ സമയങ്ങളിലൊക്കെ അടുക്കളയിൽ അമ്മയും ലക്ഷ്മിയൊക്കെയാണ് പാചകം ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്? അതേ അമ്മ മാത്രമാണോ? ഈ ഓണ ദിവസത്തിൽ അച്ഛനും അനിയനും അവരും കൂടെയൊക്കെ കൂടാറുണ്ട്. സാധാരണ അല്ലാത്ത ദിവസങ്ങളിൽ അവരൊക്കെ ഭയങ്കര മടിയന്മാരാണ്. പക്ഷേ ഈ ദിവസം മാത്രം ഒരുപാട് കറികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും ബാക്കിയുള്ള ഇതൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ എല്ലാവരും. എങ്കിലും സത്യത്തിൽ ഈ ഓണത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കണം എന്ന് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ പോലും ഇങ്ങനൊരു ഓണത്തിന് വന്നൊരു പരിപാടി അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ ഇതിൻ്റെ ജെയിൻ വിഷൻ്റെ തന്നെ ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവർക്ക് വേണ്ടിയാണ്. ശരിക്കും ഇന്ന് നമ്മൾ ഇവിടെ പ്രേക്ഷകർക്ക് എന്ത് ഒരു പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഒരു പലഹാരമാണ് അല്ലെങ്കിൽ ഒരു പാചകമാണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഓണത്തിന് സാധാരണ എല്ലാ പായസങ്ങളും പരീക്ഷിക്കാറുണ്ട്. ഓണത്തിന് മെയിനായിട്ട് പായസമാണല്ലോ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ പായസമാണല്ലോ എല്ലാവർക്കും ഓർമ്മ. ഏതൊക്കെ പായസമാണ് കുടിച്ചിട്ടുള്ളത് സാധാരണ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ? പൊതുവെ എല്ലാം സേമിയ, പിന്നെ എന്താ ശർക്കര പായസം, അങ്ങനെ ഒരുപാട്. ശരി, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൽപ്പായസമാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇന്നിപ്പോൾ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്നിപ്പോൾ പൈനാപ്പിൾ പായസമാണ്. പൈനാപ്പിൾ പായസം കൊള്ളാം, നല്ല ഐഡിയ ആണ്. കാരണം പൈനാപ്പിൾ പായസം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അല്ലാതെ പലതരം കൂട്ടുകളുണ്ടാക്കി പലതരം പായസങ്ങൾ കുടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് പൈനാപ്പിൾ പായസം നമുക്ക് എന്തായാലും അതിലേക്ക് കിടക്കാം. ലക്ഷ്മിയുടെ പൈനാപ്പിൾ പായസം അത് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഈ ഓണത്തിന് ഇതാവട്ടെ നമ്മുടെ ആഘോഷം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഓക്കെ. എന്നിട്ട് അണ്ടിപ്പരിപ്പിട്ടിട്ട് അത് മൂപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് കിസ്മിസ് ഇടാം. അപ്പോൾ നമുക്ക് ചെയ്യാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ. പെട്ടെന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിസ്മിസ് ഇടാം. അത് കോരി മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കിസ്മിസ് ഇടാം. കിസ്മിസ് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു മാറ്റിയാണ്. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പൈനാപ്പിൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൈനാപ്പിൾ മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കുവേ. പൈനാപ്പിൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് അട വേവിച്ചതും കൂടെ ഇടാം. ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാലൊഴിക്കാം. ലാസ്റ്റ് പഞ്ചസാര ഇട്ടാൽ മതി. പൈനാപ്പിൾ നല്ല മൂത്തിട്ടുണ്ട്. നമുക്ക് അടയിടാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല കട്ടിയായി പോയി. അപ്പോൾ ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പാലുണ്ട്, അത് ഒഴിക്കാം. ഇനി നന്നായിട്ട് കലക്കി എടുക്കണം. നല്ല ഇളക്കി അങ്ങനെ കുറുക്കി വരണം.
പായസത്തിൽ അടയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അട ഇഷ്ടമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അട ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ സേമിയ ഇട്ടും ഇതുണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ഈ ചൗരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതുകൂടെ ആഡ് ചെയ്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു കട്ടിയായിട്ടുണ്ട്, അത് പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പഞ്ചസാര ഇടണം. ലാസ്റ്റാണ് പഞ്ചസാര ഇടണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ്. പഞ്ചസാര ആവശ്യമുള്ളത് ഇട്ടാൽ മതി. ഞാൻ ഒരുപാട് പഞ്ചസാര ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മധുരം കൂടുതൽ. ഇനി നമ്മുടെ ഒരു മെയിൻ സാധനമുണ്ട്, ഏലക്ക പൊടി ഇട്ടില്ല ഇതുവരെ. അത് ലാസ്റ്റാണ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് അപ്പോഴേ നല്ല മണം വരത്തുള്ളൂ പായസത്തിൽ. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഈ പൈനാപ്പിൾ ഒന്ന് ഇത് എന്താ മൂത്ത് വരാനായിട്ടുള്ള സമയം മാത്രമേ നമുക്ക് ഈ പായസത്തിന് കൂടുതൽ എടുക്കത്തുള്ളൂ. പിന്നെ അടയൊക്കെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട്, വലിയ സമയമൊന്നും ആവത്തില്ല. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്കിതിലേക്ക് ഇടാം. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഇടേണ്ടത്. അപ്പോൾ എന്നാലും അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഇപ്പോഴും ഇതിൽ നിൽക്കും. ഓക്കെ, പായസം ഏകദേശം ആയി കഴിഞ്ഞു. പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ പായസം ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇതിങ്ങനെ. നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുക, അത് കുടിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ജോലി. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റാത്ത എന്താണ്, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ക്ഷമ വേണം, അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. മനസ്സുണ്ട്, പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച മനുഷ്യൻ കഴിക്കണ്ടേ? ഓ, നിങ്ങൾ ഉണ്ടാക്കുമ്പോ. അപ്പൊ എന്തായാലും ഇത് കഴിച്ച് നോക്കിയിട്ട് പറ, മനുഷ്യന് കഴിക്കാൻ പറ്റുന്നതാണോ? ശരി, നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഏകദേശം ആയി കേട്ടോ. പിന്നെ നമുക്ക് ഇനി എന്താണ് ഇത് ഒന്ന് എടുത്ത് മാറ്റി വെച്ച് അടുത്ത ബൗളിലേക്ക് എടുത്ത് കുടിക്കുന്നു, അത്രേ ഉള്ളൂ. റെഡിയാണ്. അപ്പൊ പൈനാപ്പിൾ പായസം കുടിക്കാൻ ഞാൻ റെഡിയാണ്, നിങ്ങളൊക്കെ റെഡിയാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓണം സ്പെഷ്യൽ പൈനാപ്പിൾ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ഓണം ഞാൻ പൈനാപ്പിൾ പായസത്തിലാണ്. ഗംഭീര ടേസ്റ്റാണ്, നമ്മൾ കഴിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൈനാപ്പിൾ പായസം ആണ് ഇപ്രാവശ്യം ഓണമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു വിഭവ സമൃദ്ധമായ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ സാധനം ഐറ്റം, ഒരു പായസം. അപ്പം നിങ്ങളെല്ലാവരും ഈ വർഷം ഓണം പൈനാപ്പിൾ പായസത്തോടൊപ്പം അല്ലല്ല ജെയിൻ വിഷനോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.